അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തൻ്റെ സൈത്തൂൻ ബീവിയിൽ വന്ന മാറ്റം ശരിക്കും അവളുടെ ഭർത്താവിൽ ശരിക്കും ആശങ്ക സൃഷ്ടിച്ചിരുന്നു. റബ്ബേ, എന്താണ് ഇവളുടെ പാട്? ഇതെന്ത് പറ്റി ഇങ്ങനെ? അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായതേ ഇല്ല. എന്നാൽ പിറ്റേന്ന് പുലർച്ചെ തന്നെ രാവിലെ എണീറ്റത് നേരെ ഫർസാനയുടെ റൂമിലേക്കായിരുന്നു. അപ്പോൾ തന്നെ ബീവി എത്തിയത്. ഫർസാന, ഫർസാനയെ വിളിക്കുന്നു. ഫർസാൻ അപ്പോഴേക്കും അതാ വാതിൽ തുറന്നു. ബീവി. ഫർസാന, ദാ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൈകളിൽ എന്തോ ഏൽപ്പിക്കുന്നു. ഇത് അതെ, നിനക്കുള്ള സാലറിയാണ്. ഈ പ്രാവശ്യം നിന്റെ വീട്ടിലേക്ക് അയക്കുവാനുള്ള സാലറി കഴിഞ്ഞ തവണ അറബി തന്നതിനേക്കാൾ ഇരട്ടിയിലധികമുണ്ട്. ഇത് അയച്ചു കൊടുക്ക് വീട്ടിലേക്ക്. വീട്ടിലുമ്മയും ഉപ്പയും അനിയത്തികളും അനിയനൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് അവർ നിന്നെ ഇങ്ങോട്ട് അയച്ചിട്ട് അവർക്ക് യാതൊരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല, ബുദ്ധിമുട്ടും. അതുകൊണ്ട് തന്നെ ഈ ക്യാഷ് നീ അയക്കണം. അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. റബ്ബേ, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഇരട്ടിയിലധികമുണ്ട്. ഇതിപ്പോൾ എന്താ? ഇത് ഞാൻ എങ്ങനെ ഇവിടുന്ന്? എനിക്ക് അവിടെ ആക്കുമ്പോൾ മസറയിലാകുമ്പോൾ എല്ലാവരും കൂടെ പോയിട്ട് അങ്ങനെ കൂടെ ചെയ്തിരുന്നു. നിൻ്റെ അഡ്രസ്സ് താ, അതൊക്കെ ഞാൻ സെറ്റാക്കി തരാം. ഇവിടുത്തെ സെർവൻറ്റിനോട് പറഞ്ഞാൽ മതി, അതൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഡ്രൈവറോട്. അങ്ങനെ അതാ അവളുടെ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുന്നു. അതുപോലെ തന്നെ ഉപ്പയുടെ ഫോൺ നമ്പറും കൂടെ എഴുതിയിട്ടുണ്ട്. ശരിക്കും ഫർസാന വിചാരിച്ചു, റബ്ബേ, എന്തൊക്കെയാണ് ഞാനീ കാണുന്നത് കേൾക്കുന്നത്? എനിക്കൊന്നും അറിയുന്നില്ല. ഞാൻ ഏതോ ഒരു മായാലോകത്താണെന്ന് എനിക്ക് തോന്നുന്നു. അവൾ തൻ്റെ വയറിൽ പതുക്കെ കൈവച്ചു. റബ്ബേ, ഇതറിയില്ല. അവരൊരിക്കലും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും ലഭിക്കില്ല. എന്നെ അവർ പുറത്താക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എത്ര ദിവസം എനിക്കറിയുന്നില്ല. അവൾക്ക് അല്പം ടെൻഷനും കൂടി. അവൾക്ക് അന്ന് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അവർ വിളിച്ചപ്പോൾ അല്പം കഴിച്ച അവൾ പെട്ടെന്ന് തന്നെ വാഷ് ബേസിൻ്റെ അടുക്കലേക്ക് ഓടുന്നതായിട്ടാണ് കണ്ടത്. എന്തു പറ്റി ഫർസാന? പിന്നാലെ വന്ന സൈത്തൂൻ ബീവി അവളെ പിടിച്ചു. അതെനിക്ക് എന്തു പറ്റി? വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. എന്തു പറ്റി? ഏയ്, അതൊന്നുമില്ല. അഥവാ ഹോസ്പിറ്റലിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ, എൻ്റെ കള്ളി വെളിച്ചത്താകും. എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് എന്നുള്ള വിവരം അവരറിയും. ഈ കുട്ടിയുടെ പിതാവ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ കുടുങ്ങും. അതുകൊണ്ട് അവൾ അറിയാത്ത രീതി അത് എനിക്ക് ഈ ഒരു പീരിയഡ്സിൻ്റെ ടൈം ആകുമ്പോഴത്തെ ഒരു അങ്ങനെയാണല്ലേ. നീ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്ക് ഫർസാന, എല്ലാം ശരിയാകും. ആ നിമിഷം അവൾക്ക് ഒരു കാര്യം കൂടി ബോധ്യപ്പെട്ടു. താൻ കൂടപ്പിറപ്പ് പോലെ സംരക്ഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പങ്കാളിയായ ഫർസാന അവൾ ഗർഭിണിയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവൾക്ക് പീരിയഡ്സൊക്കെ ആവുന്നുണ്ട്. സന്തോഷമായി. എനിക്കല്ലേ അതൊന്നുമില്ലാത്തത്? എനിക്കെല്ലാം നഷ്ടപ്പെട്ടില്ലേ? എനിക്കെൻ്റെ ഗർഭപാത്രത്തിന് ശേഷിയില്ലത്രേ. മക്കളുണ്ടാക്കാനുള്ള ശേഷിയില്ല. ഉണ്ടാകാഞ്ഞിട്ടല്ല, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒന്നുപോലും പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. 2 മാസമായിട്ടും 3 മാസമായിട്ടും അവസാനത്തേത് 6 മാസമായി വരെ കാത്തു നിന്നു. ശരിക്കും ഒരുപാട് പ്രതീക്ഷയോടെ. പക്ഷേ അതൊക്കെ പതുക്കെ പതുക്കെ ഇല്ലാതാവുകയായിരുന്നു. അവസാനമായി ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ ഗർഭപാത്രത്തിന് അതിനുള്ള ശേഷിയില്ല. കുഞ്ഞിനെ താങ്ങി നിർത്തുവാനുള്ള ശേഷി നിങ്ങൾക്കില്ല. നിങ്ങളുടെ യൂട്രസ് വളരെയധികം ബലം കുറഞ്ഞതാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. പിന്നീടാണ് അത് കണ്ടത്, ഗർഭപാത്രത്തിനുള്ളിൽ ഉള്ള ആ ഒരു മുഴകൾ. അത് ശരിക്കും ഡോക്ടർ പറഞ്ഞു, ഇനിയും ഇത് വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ബ്ലീഡിങ് കൂടുന്നതിനനുസരിച്ച് ആ മുഴകൾ വലുതായി വന്ന് വലിയ പ്രശ്നങ്ങളിലേക്കത് എത്തിച്ചേരും. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയായിരിക്കും നല്ലത്. ഡോക്ടറോട് അപ്പോഴും ബേബി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഡോക്ടർ, എനിക്ക് ഒരിക്കൽ കൂടി ഗർഭിണിയാകാൻ ഒരു അവസരം ഉണ്ടായെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ക്ഷമിക്കണം മാഡം. അങ്ങനെയാണ് അറബിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഹലോ സർ, ഞങ്ങൾ ഡോക്ടറാണ്. ഞങ്ങൾ ചെറിയ പഠിച്ച കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം പഠിച്ചവരിൽ നിന്നാണ്. കാരണം നിങ്ങളുടെ ഭാര്യ കഴിയുന്ന പരമാവധി എങ്ങനെയൊക്കെയോ നോക്കി. പക്ഷെ കുഞ്ഞുങ്ങളുണ്ടാവുക എന്നുള്ളത് റിസ്ക്കാണ്.
അവരുടെ ഗർഭപാത്രം പെട്ടെന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ ഇപ്പോഴതിൽ മുഴകൾ വന്നു നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും. ഭാര്യയുടെ ജീവനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് എടുത്തു കളഞ്ഞില്ലെങ്കിൽ അതിനേക്കാളും വലിയ ഇഷ്യൂസ് വരും. അതുകൊണ്ട് ഞാൻ പഠിച്ചതാണ് നിങ്ങളോട് പറയുന്നത്. അല്ലാതെ നമ്മൾക്കൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം അന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ സോറി, താങ്കളുടെ ഭാര്യയ്ക്ക് അതിനുള്ള ശേഷി ഓരോരുത്തർക്കും ഓരോ പഠിച്ചും കൊടുക്കുന്നതല്ലേ, അവൾക്കത് ഇല്ല. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ. അങ്ങനെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. മക്കളില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് എൻ്റെ ഭാര്യയുടെ ജീവൻ തിരിച്ചു കിട്ടണം, അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ആ ദിവസം ജെയ്ത്തൂൻ ബേബി കരയുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് സെയ്ഫ് പറഞ്ഞത്, ജെയ്ത്തൂൻ നീ എന്തിനു കരയുന്നു? നിനക്ക് ഞാനില്ലേ, ഞാൻ പോലെ നിനക്ക്. എനിക്ക് നിൻ്റെ ജീവൻ വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാം. അല്ലാതെ വെച്ചുകൊണ്ട് നിന്നാൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്താണ് ദുനിയാവിൽ എനിക്ക് സന്തോഷമുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ നീയേ. അങ്ങനെ ഭർത്താവിൻ്റെ നിർബന്ധം കൊണ്ടും ഡോക്ടറുടെ നിർദ്ദേശം കൊണ്ടും അത് നടക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഫർസാനക്ക് പീരിയഡ്സ് ആയി എന്നറിഞ്ഞപ്പോൾ ശരിക്കും സന്തോഷമാണ് അവർക്ക് വന്നത്. റബ്ബേ, അപ്പം അവൾക്ക് അതിനുള്ള ശേഷിയൊക്കെ ഉണ്ട് എന്നർത്ഥം. അവൾ വെറുതെ പറഞ്ഞ് ഒഴിയുകയായിരുന്നു. അവൾക്കൊരിക്കലും ഇപ്പോൾ അതാവില്ല. അവൾ ഗർഭിണിയാണ്. പക്ഷേ അവളത് മറച്ചു വെക്കുകയായിരുന്നു. ഈ രാത്രി തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് കാര്യങ്ങളെല്ലാം ശരിക്ക് തുറന്ന് പറയണം. പരമാവധി അവരെ തമ്മിൽ ഒന്ന് അടുപ്പിക്കുകയുള്ള ലക്ഷ്യം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അങ്ങനെയെങ്കിലും അവരിൽ സ്നേഹം ഒരു പക്ഷേ വളർന്നു കഴിഞ്ഞാൽ നിക്കാഹിൻ്റെ കാര്യം എളുപ്പമാകുമല്ലോ എന്ന് കരുതിയത് കൊണ്ട് മാത്രമാണല്ല ഞാൻ ആ ഷാമ്പു കൊടുക്കുവാനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞയച്ചത്. അദ്ദേഹത്തിന് ഒരിക്കലും അത് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. എങ്കിലും അല്പമെങ്കിലും ഒന്ന് കണ്ട് ശരിക്കൊന്ന് കണ്ടോട്ടെ എന്ന് കൂടി കരുതിയിട്ടാണ്. അല്ലാതെ നടക്കില്ല ഒന്നും. തനിക്ക് ആഗ്രഹമുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരു കുഞ്ഞിനെ സമ്മാനിക്കാൻ. അതും അവളിൽ നിന്നാണെങ്കിൽ ഏറെ സന്തോഷം. എനിക്കതിന് സമ്മതമാണ്. മനസ്സ് നിറഞ്ഞ സമ്മതത്തോടു കൂടി മാത്രമാണ് ഞാൻ അതിന് ചെയ്യുന്നത്. ഒരു പെണ്ണിനും സഹിക്കില്ല തൻ്റെ ഭർത്താവ് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നതും അവളെ ഇഷ്ടപ്പെടുന്നതും. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സ് വല്ലാതെ എൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നത്. പഠിച്ചവനെ തെറ്റായിപ്പോയെങ്കിൽ പൊറുക്കണം. എനിക്ക് എന്താണെന്നറിയില്ല, മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. അന്ന് ജെയ്ത്തൂൻ ബീവിയുടെ ഹസ്ബൻഡ് നടത്തമെല്ലാം കഴിഞ്ഞ് അതാ തിരിച്ചു വന്നപ്പോൾ അവർ കുടിക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ആ ഒരു കോഫി അത് കൊണ്ടുപോയി കൊടുക്കുവാൻ വേണ്ടി സെർവൻറ്റ് ജെയ്ത്തൂൻ ബീവിയുടെ കയ്യിൽ കൊടുത്തിരുന്നു. പെട്ടെന്ന് അതിൽ ജെയ്ത്തൂൻ ബീവി ഓർത്തു, ഇതൊക്കെ ഒരു അവസരമാണ് അവരെ തമ്മിൽ അടുപ്പിക്കുവാൻ, അവരെ തമ്മിൽ ഒന്ന് ഇഷ്ടപ്പെടുവാൻ നല്ലൊരു ചാൻസാണിത്. ഇതൊന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല. പെട്ടെന്ന് ഫർസാന, ആ ഇതാ ഈ കോഫി ഒന്ന് അർബാവിന് കൊണ്ടുപോയി കൊടുക്കൂട്ടോ. അത് ബേബി, ഞാൻ ഇന്നലെ ഷാമ്പു കൊടുത്തിട്ടെന്നെ എനിക്ക് പേടിയായിരുന്നു. എനിക്ക് പേടിയാണ്. എന്തിന് പേടിക്കണം? നിൻ്റെ അറബിയല്ലേ? അറബിയാവുമ്പോൾ അതിലെന്താ, അതൊന്നും കുഴപ്പമില്ല. നീ കൊണ്ടുപോയി കൊടുത്തേ. ബേബി എനിക്കിപ്പോൾ ഒരു അർജൻറ്റ് പണിയുണ്ട്, ഞാൻ അപ്പം വരാം. ഇതാ ഈ കോഫി ഒന്ന് കൊടുക്കാൻ ഇത്ര വലിയ ടെൻഷനാണോ നിനക്ക്? അവൾ ഭയന്നുകൊണ്ട് അതാ അദ്ദേഹം ഇരിക്കുന്ന ആ റൂമിൻ്റെ അടുക്കലേക്ക് പോകുന്നു. അവൾക്ക് വിറക്കുന്നുണ്ടായിരുന്നു. അർബ, ഇതാ കോഫി എന്നവൾ പറഞ്ഞുകൊണ്ട് അതവിടെ വെക്കുന്നു. ശരിക്കും അർബാവ് ഈ പ്രാവശ്യവും ഞെട്ടിപ്പോവുകയാണ്. എന്തു പറ്റി? ജെയ്ത്തൂൻ എവിടെ എന്ന് അവളോടുള്ള ഒരു ചോദ്യത്തിന് ബീവി എന്നെ ഏൽപ്പിച്ചിട്ട് ഇത് തരാൻ പറഞ്ഞു. അവൾക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നി. ഓഹോ, അവൾക്ക് എനിക്കൊരു കോഫി കൊണ്ടുവന്ന് തരാനും ഇപ്പോൾ ഒഴിവില്ല അല്ലേ? അദ്ദേഹം നിരാശയോടെയായിരുന്നു അത് പറഞ്ഞത്. അദ്ദേഹം ആ കോഫി എടുത്ത് അതാ കുടിക്കുന്നു. അത് കുടിക്കുമ്പോൾ ഫർസാന നടന്നു പോകുന്നത് അയാൾ കണ്ടു. ഒരു ഉദ്ദേശത്തിലുമല്ല, എങ്കിലും അപ്പോഴും അദ്ദേഹം ഓർത്ത് തൻ്റെ ബീവിയായിരുന്നു. ജെയ്ത്തൂൻ, നീ എന്നോട് എന്തിനത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? ശരിക്കും അയാൾക്ക് സങ്കടമാണ് തോന്നിയത്. അദ്ദേഹം ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ജെയ്ത്തൂൻ ബീവി അയാളുടെ അടുക്കിലേക്ക് വരുന്നു.
അയാളുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, യാ സൈഫ്. സെയ്തൂൻ, നിനക്ക് എന്തു പറ്റി? നീ എന്നിൽ നിന്ന് വല്ലാതെ അകലുവാൻ വേണ്ടി ശ്രമിക്കുന്നു. നീ എന്തിനെല്ലാ കാര്യങ്ങളും ഫർസാനെ ഏൽപ്പിക്കുന്നത്? ഇതൊക്കെ നീ എനിക്ക് ഇതുവരെ ചെയ്തു തന്നിരുന്നില്ലേ? പിന്നെ എന്താ നിനക്ക്? നിന്റെ പ്ലാൻ എന്താ? കരുതിക്കൂട്ടി നീ എന്നെ ഒഴിവാക്കുകയാണോ? ഹേയ്, നോ സേഫ്. കരുതിക്കുട്ടി ഒഴിവാക്കുകയല്ല, ചേർത്ത് പിടിക്കുകയാണ്. അങ്ങയുടെ സന്തോഷം മാത്രമാണ് ഈ സെയ്തൂൻ്റെ സന്തോഷം. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് സന്തോഷമുണ്ടാക്കുന്ന വഴികളാണ് ഞാൻ നോക്കുന്നത്. സെയ്തൂൻ, നീ എന്താണ് ഈ പറയുന്നത്? അതാണോ സന്തോഷം? അന്യ പെണ്ണുങ്ങളുടെ കയ്യിൽ ചായ കൊടുത്തേക്കലും ഷാമ്പു കൊടുത്തേക്കലൊക്കെ ആണോ? അതിനൊക്കെ എനിക്ക് നീയുണ്ടല്ലോ, പിന്നെ എന്തിനാ മറ്റൊരു പെണ്ണിൻ്റെ ആവശ്യം? സെയ്തൂൻ, ഞാൻ കഴിവ് കെട്ടവളല്ലേ? എന്ത്? അതെ, ഞാൻ ഒന്നിനും കഴിവില്ലാത്തവരല്ലേ? എന്താ സെയ്തൂൻ നീ ഇങ്ങനെ? അതെ സൈഫ്, എനിക്ക് ഒരു പെണ്ണിൻ്റെ മുഴുവൻ ചുമതലയും ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ ശരിക്കും ഒരു പെണ്ണല്ല. യഥാർത്ഥത്തിൽ പെണ്ണായാൽ ഗർഭം ചുമക്കും, കുഞ്ഞിനെ പ്രസവിക്കും, കുഞ്ഞിനെ മുലയൂട്ടും. പെണ്ണായി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഉണ്ടാകും. പക്ഷേ ഞാൻ അതാണോ സത്യത്തിൽ? എനിക്കതിനുള്ള ഭാഗ്യം ലഭിച്ചോ? സെയ്തൂൻ, നിനക്കെന്തിനാ അതിൻ്റെ ഭാഗ്യം ഉണ്ടായിരുന്നല്ലോ. നിനക്കതിന് ശേഷി കുറവ്, അതുമാത്രമല്ലേ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, അത് തന്നെയാണ്. എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ പ്രസവിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ല. അതുകൊണ്ടാണ് എനിക്കിത്ര സങ്കടം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കുന്നത്. എന്താ നീ ഉദ്ദേശിച്ചത്? തെറ്റ് ചെയ്യുവാനോ? അതല്ല, നിങ്ങൾ തമ്മിൽ ചെറിയൊരു അടുപ്പം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. സെയ്തൂൻ, പ്ലീസ്, എനിക്ക് ഈ വാക്കുകൾ കേൾക്കാൻ ഇഷ്ടമല്ല. എനിക്ക് താല്പര്യമില്ല. എന്താ നിൻ്റെ മനസ്സിൽ? ഇങ്ങനെയൊക്കെയാണോ ഒരു ഭാര്യ പറയേണ്ടത്? ഏതെങ്കിലും ഭാര്യമാർ ഈ രീതിയിൽ സംസാരിക്കുമോ? പ്ലീസ് സെയ്തൂൻ, ഞാൻ ഈ കൊട്ടാരം വിട്ടു പോകട്ടോ. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. സത്യം പറഞ്ഞാൽ സമാധാനമില്ല ഇതൊക്കെ കണ്ടിട്ട് തന്നെ. പക്ഷെ നിന്നുടെ നിർബന്ധം അങ്ങനെയാണെങ്കിൽ ഞാനിവിടുന്ന് പോകേണ്ടി വരും മിക്കവാറും. സെയ്തൂൻ പ്ലീസ്, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് സാധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, അതൊന്ന് സാധിപ്പിച്ച് തരണം. സാധിപ്പിച്ച് തന്നേ മതിയാകൂ. സെയ്തൂൻ, നീ എന്താ ഇങ്ങനെ? എന്താ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അയാൾ അവിടെ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. എന്നാൽ ഈ സമയം അതാ ഫർസാനയുടെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന അതേ ആള് വീണ്ടും അതാ വരുന്നു. അവരുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട്. ഇത് ലത്തീഫ്ക്കയുടെ വീടല്ലേ? ആ, ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. കഴിഞ്ഞ മാസം ഞാൻ വന്നിരുന്നു. ആ, അത് ഉപ്പയുടെ ഫോൺ എന്തോ സ്വിച്ച് ഓഫ് ആണെന്ന് തോന്നുന്നു. അവരുടെ ഭാര്യ പറഞ്ഞു. എന്താണ്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നതായിരുന്നു. കുറച്ച് ക്യാഷ് ഉണ്ട് ഇങ്ങോട്ട് വന്നത്. ക്യാഷോ? കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാഷ് തന്നെ പേടിച്ചിട്ട് തൊട്ടിട്ടില്ല. വീണ്ടും ഇതാ വരുന്നു. അപ്പോൾ ഇവിടെ ഇക്ക ഇല്ലല്ലോ. ഇക്ക പുറത്ത് പോയതാണ്. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫുമാണ്. ആ മേഡം, നിങ്ങളൊരു ഒപ്പിട്ട് തന്നോളൂ. പിന്നെ ഇത് ഇങ്ങോട്ടുള്ളതാണ്. ഇതാ ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, ഇതിൽ 3 lakh rupees ഉണ്ട്. ഒന്നും കൂടി എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ കൺഫേം ആയെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. അവരുടെ കൈകൾ വിറച്ചു. റബ്ബേ, ഇത്ര വലിയൊരു സംഖ്യ ഞാൻ കണ്ടിട്ട് പോലുമില്ല. എന്താ ഇത്? എവിടെ നിന്നത് വരുന്നത്? എനിക്കറിയുന്നില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഉള്ള ആ 50,000 ഇപ്പോഴിതാ 3 lakh വന്നിട്ടുള്ളത്. ഇതെന്ത് സംഭവമെന്ന് എനിക്കറിയുന്നേ ഇല്ല. അവർ വീണ്ടും ചോദിച്ച്, ഈ ക്യാഷ് ഞങ്ങളുടെ ആരുതും അല്ല. പിന്നെ എങ്ങനെ? നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ ഫോൺ നമ്പർ തന്നിട്ട് ഇത് അറേബ്യയിൽ നിന്നാണ് വരുന്നത്. അറേബ്യയിൽ നിന്നോ? അവിടെ ഞങ്ങൾക്ക് നിങ്ങളുടെ മകനോ ആരോ ഉണ്ടല്ലോ അവിടെ. മകനോ മകളോ ആരാണ്? ഇല്ല. എന്തായാലും വേണ്ടില്ല, നിങ്ങളിതൊന്ന് സൈൻ ചെയ്തിട്ട് എനിക്ക് പോകണം. എനിക്ക് ഒരുപാട് ക്യാഷ് ഒന്ന് കൊടുക്കാനുള്ളതാണ്. അവർ പെട്ടെന്ന് സൈൻ ചെയ്ത് കൊടുത്തു. ആ ഒരു നോട്ടുകെട്ടുകൾ കണ്ട് അവൾ പേടിച്ച് പോവുകയാണ് ഉണ്ടായത്. റബ്ബേ, ഇതൊക്കെ എന്താ? എനിക്ക് അറിയണില്ലല്ലോ ഇത്. അല്ലാ, ഇക്കയൊന്ന് വന്നിരുന്നെങ്കിൽ. ഇക്കയുടെ ഫോണും കേടാണ്. റബ്ബേ,
എനിക്കറിയണില്ല. ആ ക്യാഷ് പേടിച്ചിട്ട് അവർ അലമാരൻ്റെ അകത്തേക്ക് അടുക്കി വെച്ചു. എന്നിട്ട് പുറത്ത് പോയി നിന്നു. പഠിച്ചോനെ, കള്ളന്മാരൊക്കെ ഉള്ള കാലാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ സമാധാനമില്ല, ജീവന് തന്നെ ഭീഷണിയായിരിക്കും. റബ്ബെ, ഏത് മാർഗത്തിലുള്ള ക്യാഷാണ് ഈ വരുന്നത് എനിക്കറിയുന്നില്ല. അവർ ഉപ്പയെ തിരിഞ്ഞുകൊണ്ട് അവരുടെ കോലായിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നു. പുറത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. റബ്ബേ, ഇതിനെ കാണാനില്ലല്ലോ. എവിടെ പോയി നിൽക്കുക? ഫോണാണെങ്കിലോ സ്വിച്ച് ഓഫും കേട് വന്നിട്ട് ഇവിടെ കിടക്കുകയാണ്. എന്ത് ചെയ്യാം? ഇക്കയെ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴതാ അവരുടെ ഉപ്പ കയറി വരുന്നു. റബ്ബേ, വേഗം ഒന്ന് വരി ഇക്ക, ഒന്ന് വന്നാണ് വേഗം. എന്താടി? എന്താ? അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ഒന്നുകൂടി കയറി വരി നിങ്ങളെ. എന്ത് പറ്റി? എന്താ പറ്റിയത്? ഉപ്പാകെ പേടിച്ചു. ഇക്ക, ഒന്നിങ്ങോട്ട് വരി. അയാളുടെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മ അകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. വരി, ഇവിടെ ഇരിക്കി. അലമാര തുറന്ന് ആ ഒരു നോട്ട് കെട്ടുകൾ അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് നോക്കി. പഠിച്ച റബ്ബേ, എന്താ ഇത്? ഞാൻ എന്തേ കാണുന്നത്? എവിടുന്നാ ഇത്? ഇക്ക, കഴിഞ്ഞ പ്രാവശ്യം 50,000 രൂപ വന്നില്ലേ? അതെ, അയാൾ തന്നെ ഇന്ന് വന്ന് 3 ലക്ഷം രൂപയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നോട് ഒപ്പിടാൻ പറഞ്ഞു. നിങ്ങളുടെ പേരും അഡ്രസ്സും പിന്നെ ഫോൺ നമ്പറും നിങ്ങളെ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, എന്താ ഞാൻ കാണുന്നത്? എനിക്കറിയുന്നില്ല. അന്നത്തെ ക്യാഷ് തന്നെ ഇവിടെ വെച്ച് പേടിച്ച് നിൽക്കുകയാണ്. ഇപ്പോഴിതാ വീണ്ടും 3 ലക്ഷം കൂടി. ഇതെന്താ ഇങ്ങനെ വരുന്നത്? ആരോട് റബ്ബ ചോദിക്കുക? ഒരാളോടും പറയാനും വയ്യല്ലത്. പറഞ്ഞു കഴിഞ്ഞാലും അതും പ്രശ്നം. ഫാത്തിമ, അതൊക്കെ കിട്ടിയ സ്ഥലത്ത് അവിടെ തന്നെ വെക്ക്. അവിടെ നിന്നോട്ടത്. അദ്ദേഹം വിറക്കുന്നുണ്ടായിരുന്നു. ഇക്ക, ഹലാലായ പൈസയാണെങ്കിൽ നമുക്ക് ഈ വീടൊന്ന് പൊളിച്ച് ഒന്ന് റെഡിയാക്കിയായിരുന്നു, കുറച്ചെങ്കിലും ഒന്ന്. കാരണം പറ്റയക്കണല്ലോ നമ്മളുടെ വീടും കാര്യങ്ങളൊക്കെ. ചോർന്നൊലിക്കുന്ന ഓടിട്ട വീടല്ലേ, അതൊക്കെ ഒന്ന് ശരിയാക്കായിരുന്നു. എൻ്റെ ഫാത്തിമ, ഈ ഒന്ന് സബൂറാക്. മഴയും വെയിലൊക്കെ കൊണ്ടാൽ നമുക്ക് ഖബറിൽ പോയി കിടക്കേണ്ടതല്ലേ. പക്ഷേ ഈ ക്യാഷ് എവിടുന്ന തുമ്പില്ലാതെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? ഈ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് ടെൻഷൻ വരുന്നു. ഇക്ക, ടെൻഷൻ ആണ്ട. ദാ ഈ നമ്പറിൽ ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കിക്കേ. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ആ നമ്പറിൽ വിളിച്ചു നോക്കിയപ്പോൾ ഉമ്മയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചു നോക്കിയത്. മോനെ, ഞമ്മക്ക് ഇന്നും കുറച്ച് പൈസ കൊണ്ടുവന്നിക്കണം. അതിപ്പോൾ നമ്മളുടെ വല്ല ഉറപ്പുണ്ടോ? പൊന്നാരിക്ക, നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും അല്ലേ? നിങ്ങൾക്ക് അറേബ്യയിൽ ആരോ ഉണ്ടല്ലോ. അവിടെ നിന്നാണ്ട് വന്നിട്ടുള്ളത്. മക്ക, മദീന, എവിടെ നിന്നാണ് കറക്റ്റ് ഇതിൽ കൊടുത്തിട്ടില്ല, എങ്കിലും അവിടെ നിന്നാണ്. പിന്നെ ആരോ ഉണ്ടല്ലോ നിങ്ങൾക്ക്, മകനോ മരുമകനോ? ആരാണ് അവിടെ? മകളോ? മോനെ, അത് ശരി, അടുത്ത പ്രാവശ്യം നമുക്ക് ഒന്നുകൂടി കൺഫേം ചെയ്യാം. തൽക്കാലം നിങ്ങളുടെ പേരിലുള്ളതാണത്, അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അവൻ്റെ പറഞ്ഞ ആ ഒരു വിശ്വാസത്തിൽ അവർക്ക് എന്ത് പറയണം എന്നായിപ്പോയി. എന്നാൽ ഈ സമയം അറബിയുടെ വീട്ടിൽ ഫർസാനയെ അതാ സൈത്തൂൻ ബീവി പറയുന്നു. ഫർസാന, നിനക്ക് വീട്ടുകാരെ കാണാനൊന്നും ആഗ്രഹമല്ലേ മോളെ? നിൻ്റെ കയ്യിലൊരു ഫോണും കാര്യം അതുമില്ലേ? ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. വീട്ടുകാരോട് സംസാരിക്കാനും നിനക്ക് ഓരെ കാണാനും ആഗ്രഹമല്ലേ? അവൾ ഒരു നിമിഷം അത് കേട്ടപ്പോൾ ഭയന്നു പോയി. റബ്ബേ, എന്താ ഫർസാന നീ ഒന്നും മിണ്ടാത്തത്? സന്തോഷത്തോടു കൂടി വീട്ടുകാരോട് സംസാരിച്ചിട്ട് എന്താ ക്യാഷൊക്കെ അയച്ചിട്ട് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുക, അങ്ങനെയല്ലേ വേണ്ടത്? നീ ഇത്ര ചെറുപ്പാണെങ്കിലും നിനക്ക് നല്ല ഭയമുണ്ടല്ലോ ഈ കാര്യത്തിലൊക്കെ. അത് ബീവി, ഞാൻ ചോദിച്ചോളാം, ഞാൻ പറഞ്ഞോളാം. എന്താ, നിനക്ക് ഫോണില്ലേ? ഇല്ലെന്ന് തോന്നുന്നില്ലേ? എന്നാൽ വിഷമിക്കണ്ട, നിനക്കുള്ളതൊക്കെ ഞാൻ സെറ്റാക്കി തരാം. അന്ന് ഉച്ചയോടുകൂടി അതാ അറബിച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്നു. അതിൽ ഒരു അടിപൊളി ഫോണ് അതാ അവൾക്ക് നൽകുന്നു. ഇന്നാ ഇതുപയോഗിച്ചിട്ട് സിം മുതലുണ്ട് കേട്ടോ. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ നമ്പറൊക്കെ സേവ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് വിളിച്ചൊക്കെ നോക്ക്. ഇൻഷാ അല്ലാ നിൻ്റെ ഇഷ്ടം പോലെ. എൻ്റെ മുമ്പൊന്ന് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. വിറച്ചുകൊണ്ട് ഫർസാന ആ ഫോൺ വാങ്ങി. അതൊരു ഐഫോൺ ആയിരുന്നു. പഠിച്ചോനെ, ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതിനെക്കുറിച്ച് വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. സിമ്മൊക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു ഫ്രഷ് ഫോണ് അത് സെറ്റാക്കി കൊടുത്തു. അവൾക്കറിയുന്ന കോണ്ടാക്റ്റ് നമ്പറുകൾ ഉമ്മയുടെയും ഉപ്പയുടെയും കാണാതെ അറിയാം.
അതൊക്കെ അവൾ ശേഖരിച്ചു. കൂടെ ഷഫീഖ് ഉസ്താദിൻ്റെതും അറിയാം, രാജേഷിൻ്റേതും അറിയാം. പക്ഷേ അവൾ അതൊരിക്കലും അതിൽ സേവ് ചെയ്യില്ല. അവൾക്ക് മനപ്പാടമാണ്. പക്ഷെ തന്നെ ചതിച്ച ആ ജീവിതം ഓർക്കാനേ കഴിയുന്നില്ല. പാവം ഷെഫി ഉസ്താദ്. അങ്ങനെ ഉമ്മയുടെയും ഉപ്പയുടെയും ഷെഫി ഉസ്താദിൻ്റെയും സെയ്ത്തൂൻ ബീവിയുടെയും നമ്പറെല്ലാം അവൾ അതിൽ സേവ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇൻഷാ അല്ലാ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉമ്മാക്കൊന്ന് വിളിക്കണം. ആ രാത്രി വളരെയധികം സന്തോഷത്തിലായിരുന്നു നമ്മുടെ ഫർസാന. അവൾ ഉമ്മയെ വിളിക്കുവാൻ വേണ്ടി അതാ ഫോൺ എടുക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.